ഹലോ, അപ്പൊ നമ്മുടെ ആൻസർ ക്യൂ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. ഇന്ന് ചലഞ്ച് ചെയ്യാനുള്ള അവസാന സമയമാണ്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് ആൻസർ ക്യൂമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഡിസ്കഷൻ എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എക്സാമുകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഈ തവണ എക്സാമിന് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ചോദ്യങ്ങളുടെ ഒരു രീതി കുറച്ചൊക്കെ വ്യത്യസ്തമായിരുന്നു. സാമ്പ്രദായികമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, എന്നാലും ചെറിയ രീതിയിൽ കുറെ കൂടി ഒരു ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം കുറെ കൂടി സ്പഷ്ടമായിട്ട് ഈ എക്സാമിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ചോദ്യങ്ങളും അതിന്റെ ആൻസറും അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ. ജാമിയത്ത് ദുവൽ 1945 മാർച്ച് 22 എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നും അതിൽ നമുക്കില്ല. രണ്ടാമത്തേത് വലാ തഖൂലു എന്നുള്ളത് നെഹിയാണ് അല്ലെ, അതും ക്ലിയർ. അതേപോലെ കാര്യമായ വലിയ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അറബിക്കിൽ അങ്ങനെ ചലഞ്ചിങ് എന്ന് പറയാവുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ. ഇതൊക്കെ ഹുത്തയെ കുറിച്ചിട്ട് അസ്മയി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് സയ്യാത്ത് പോലെയുള്ള ഉമ്മഹാത്തുൽ കുത്തുബിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ അറബി ഭാഷ എന്ന് പറയുന്നത് മജ്ലിസു തആവുൻ അൽ ഖലീജി അതിലെ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ഭാഷയാണ്. എന്നാൽ എല്ലാ ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ ഭാഷയാണ് എന്നുള്ളതിൽ ചെറിയ മാറ്റമുണ്ട്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഒഫീഷ്യൽ ഭാഷ അറബി ആണ് എന്ന് പറയാൻ കഴിയും. ഓക്കെ. മറ്റൊരു ചോദ്യം, മഫ്ഊലു ബിഹി ഫീല് കളയപ്പെട്ട മഫ്ഊലു ബിഹി എന്ന് ഇറാബ് പറയപ്പെടുന്നത് ഏത് എന്നുള്ളതാണ്. സൈറൻ എന്നുള്ളത് മഫ്ഊൽ മുത്തലക്കാണ്. കിതാബൻ അത് മഫ്ഊല് ഫീല് കളയിൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിതാബൻ അത് മഫ്ഊല് ബിഹി എന്നാണ്, പക്ഷേ ഫീല് കളയിൽ നിർബന്ധമല്ല. ഓക്കെ. സാറനി മുഹമ്മദിന് സ്വബാഹൻ ഇത് മഫ്ഊല് ഫീഹിയാണ്, സ്വബാഹൻ എന്ന് പറയുന്നത്. അഹിലൻ വ സഹലൻ ബിക അവിടെയാണ് മഫ്ഊല് ബിഹി. അവിടെ ഫീല് കളി വജത്ത അഹിലൻ നീ ഒരു അഹിലിനെ എത്തിച്ചിരിക്കുന്നു, ഓ നസൽത്ത സഹിലൻ ആ രീതിയിലൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ അവിടെ അഹ്ലൻ എന്നുള്ളതിന്റെയും സഹിലൻ എന്നുള്ളതിന്റെയും ഫിഅല് കളയപ്പെടൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ജുർജി സൈദാൻ അർമാനുസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ റിവായയുണ്ട്. ആ റിവായ അദ്ദേഹം അത് എന്ത് വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? അർമാനുസത്തുൽ മിസ്രിയ എന്ന് പറയുന്നത് മുഖോക്കിസ് എന്നവരുടെ മകളാണ് അർമാനുസ് എന്ന് പറയുന്നത്. അപ്പൊ അറബികൾ മിസ്രിലെ ബൈസാന്റിയൻ രാജവംശത്തിന് കീഴിലായിരുന്നു മിസ്ർ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അറബ് സൈന്യം അവിടേക്ക് വരികയും അങ്ങനെ മിസ്റിൽ അറബ് ആധിപത്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ മുക്കോക്കേസിന്റെ മകളായിട്ടുള്ള അർമാനുസത്ത് അവര് ഈ പറയുന്ന സൈനിക നേതാവിനുമായി വിവാഹബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അറബികൾ മിസ്ർ കീഴടക്കിയതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളൊക്കെയാണ് അർമാനുസത്തുൽ മിസ്രിയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. റിയാല് ബഹ്റൈനിന്റെയും UAE-യുടേതും റിയാൽ അല്ല, സൗദിയുടേതും അതേപോലെ ഒമാനിന്റേത് അത്തരതൊക്കെ എന്താണ്, റിയാലാണ്. ഓക്കെ. ഹർബുൽ ബസൂസ് കൊല ചെയ്യപ്പോ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, മുഹല്ലലാണല്ലോ അതിന്റെ പത്തില്. ചോദ്യതാണ് ഹർബുൽ ബസൂസിൽ ആദ്യമായി കൊല ചെയ്യപ്പെടുന്നത് ആര് എന്നുള്ളതാണ്. അതിന്റെ ഒരു പശ്ചാത്തലം കുലൈബ് കൊല്ലപ്പെടുന്നതാണ്. കുലൈബ് എന്ന് പറയുന്നവർ ബക്കർ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ബസൂസിന്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. ഈ ബസൂസിന്റെ ബസൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്സാസിന്റെ എളാമയായിരുന്നു, ഉമ്മയുടെ സഹോദരിയായിരുന്നു. അപ്പോ ബസൂസിന്റെ ഒട്ടകത്തെ കൊന്ന കുലൈബിനെ ജസ്സാസ് കൊന്നു. ജസ്സാസ് കുലൈബിനെ കൊന്നതോടുകൂടി തഗലബി ഗോത്രമല്ല ഒന്നായി ഇളകി. അങ്ങനെ തഗലബി ഗോത്രം ബക്കറിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും. അതാണ് കുലൈബിന്റെ കൊലപാതകമാണ് യഥാർത്ഥത്തിൽ എന്തായിട്ടുള്ളത്, ബസൂസ് യുദ്ധത്തിന്റെ ഒരു 40 വർഷക്കാലൊക്കെ നീണ്ട ചരിത്രത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവരേത്
നാട്ടിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. ലൈല ഉസ്മാനി കുവൈത്താണ്. മുലാബ് മഗ്രിബാണ്. കൗനി ലിബിയയാണ്. മുനീഫ് സൗദിയാണ്. കറക്റ്റ് ആണ് ഓപ്ഷൻ എന്ന് പറയും. ഇനി ജാമിയ ദുവലിയ അറബിയ. അദ്ദുവലുൽ അറബ് ഇതിപ്പോ മുനല്ലമ ദുവലിയ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജാമിയ ദുവൽ അൽ അറബിയ എന്ന് പറയുമ്പോൾ തന്നെ അത് അറബ് നാട്ടിലേക്ക് കേന്ദ്രീകരിച്ചു. ഈ മുനല്ലമ ഇഖ്ലീമിയയും മുനല്ലമ ദുവലിയും തമ്മിൽ ഒരു പ്രധാന മാറ്റം തന്നെ ഏതെങ്കിലും ഒരു ഏരിയ ജിയോഗ്രഫിക്കലായിട്ടോ മറ്റോ ഒരു ഏരിയ കൺഫൈൻഡ് ആയി വരുന്ന സമയത്ത് അത് മുനല്ലമ ഇഖ്ലീമിയ എന്നുള്ള പരിഗണനയിലാണ് ഉണ്ടാവുക. മുനല്ലമ ദുവലിയ എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെയുമുള്ള ആളുകൾക്ക് ഒരു അർത്ഥത്തിൽ ഇൻക്ലൂസീവ്നെസ് ഉള്ള ഒരു രീതിയിലായിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ജാമിയത്ത് ദുവൽ അറബിയയുടേത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന അറബ് എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കൺഫൈൻ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ടത് മുനല്ലമ ഇഖ്ലീമിയയാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അറബ് നാടുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അത് മുനല്ലമ ഇഖ്ലീമിയ എന്നുള്ള നിലക്കാണ് അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. ഓക്കെ, മുനല്ലമത്തുൻ ദുവലിയത്തുൻ തളമ്മു ദുവലൻ അറബിയത്തൻ ഫി ആസിയ വ ഇഫ്രീഖിയ എന്ന് ദാലുണ്ട്. അത് ഓപ്ഷൻ ശരിയാണ് എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. പക്ഷെ മുനല്ലമ ഇഖ്ലീമിയ ദുവലിയ എന്നുള്ളതിന്റെ ടേമിൽ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെ ക്ലെയിം ചെയ്യാനില്ല എന്നുള്ളതാണ് മനസ്സിലാവും. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ, ഇപ്പൊ തസാവുദി തനാസുലി എന്നുള്ള ഒരു ചോദ്യം പ്രാവശ്യം ഏറെക്കുറെ ഒഴിവാക്കി എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് മുമ്പുണ്ടായിരുന്ന ഒരു തർത്തീബിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ റാബിത്ത് ആദ്യം, പിന്നീട് ദീവാന്, പിന്നീട് അപ്പോളോ, പിന്നീട് ഉസ്ബ. അതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അൽ ആലിം സിറാജുൽ ഉമ്മത്തി എന്നുള്ളത് ബലീഗാണ്. ഓക്കെ, ഈ ആൻസർ എന്ന് പറയുന്നത് ബലീഗാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ചലഞ്ചിങ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ചില ആളുകൾ തംസീലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൊടുത്തത് തംസീലല്ല, കൊടുത്തിട്ടുള്ളത് ബലീഗ് തന്നെയാണ്. കറക്റ്റ് ആൻസർ തന്നെയാണ്. ഇവിടെ വജഹു ഷബഹും അദാത്തും കളയപ്പെട്ടു. അല്ല അലിമുക്ക സിറാജിൻ ഫിളൗഹി അങ്ങനെയൊന്നും പറയുന്നില്ല. അദാത്തും പറയുന്നില്ല, വജഹു ഷബഹും പറയുന്നില്ല. ഇനി ഇവിടെ തഹ്‌ദീറുൻ നസർ എന്ന് പറയുന്നത് വനീമി ഹിലാലിൻ്റെതാണ്. തയ്യാറാത്തുൻ നഖദ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് മൻദൂർ അമീൻ അഹമ്മദ് അമീന്റെ ഒക്കെ കീഴിലായിട്ട് ചെയ്തു എന്ന് വേറൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോ ഈ ആൻസർ ക്ലിയർ ആണ്. ഇനി മസ്റഹിയയിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തത് ഹന്നമീനക്കാണ്. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ട്, ഈ പറയുന്ന രൂപത്തില് റോളുണ്ട്. തൗഫീഖ് ലക്കീം ദിഹിനിയ മസ്റഹിയയുടെ തലവനാണ്. മഹറുനുഖാഷ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട അറബി സാഹിത്യത്തിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അസീസുബാലയും മസ്റഹിയ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മസ്റഹിയ ഷെയ്രിയയുടെ അഹമ്മദ് ഷൗക്കിക്ക് ശേഷമുള്ള തലവനാണ് അദ്ദേഹം. ഓക്കെ, മുഹമ്മദ് ബിൻ സലാം അൽ ജുംഹി ഖലീൽ എന്നിവരുടെ ശിഷ്യനാണ്. ഇനി 50 വർഷം എടുത്തു അല്ലെ, 50 വർഷം എടുത്തതിൽ അറബികളുടെ അഖ്ബാറുകളുണ്ട്, അഷ്ഹാറുകളുണ്ട്, നസബുകളുണ്ട് അല്ലെ. അതൊക്കെ കിതാബുൽ ലഗാനിയാണ് 50 വർഷം എടുത്ത് എഴുതപ്പെടുന്നത്. ഇനി മുദ് മുദ് എന്ന് പറയുന്നിടത്ത് മുദ് മുന്തൊക്കെ എന്താണ്, ഹർഫുൽ ജർ മാത്രമാണ്. മുദ് മുന്ത് എന്ന് പറയുന്നത് ഹർഫുൽ ജറാണ്. ഓക്കെ, 19 20 ഹർഫിന്റെ ജറിന്റെ ഹർഫുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുദ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്ന സിന്ധിയത ജലിബ ഇത് സീബവൈഹി പറഞ്ഞതാണല്ലോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ജാഹിദിന്റെ ബയാനുവ തബീൻ എടുത്തു നോക്കിയാൽ നമുക്കവിടെ കൃത്യമായിട്ട് തന്നെ എന്ത് കാണാൻ പറ്റും, ഈ ഒരു പരാമർശം കാണാൻ പറ്റും. അതുകൊണ്ട് ഇതെന്തല്ല സീബവൈഹിയുടേതാണ് എന്ന് പറയേണ്ടതില്ല. ഇത് എവിടെ തന്നെ ഉണ്ട്, നമ്മുടെ ജാഹിദിന്റെ അൽ ബയാനു തബീൻ എന്ന് പറയുന്നിടത്ത് തന്നെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജാഹിദിന്റെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. السندي ألا ترى أن السندي إذا جلب كبيرا لا يستطيع إلا يجعل الجيم زاين എന്നൊക്കെ അൽ ബയാൻ വ തബീനിലെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജാഹിദ് തന്നെയാണത് പരാമർശം നടത്തിയിട്ടുള്ള ആൾ. ഇനി ആലമു ബിലാ ഖറായിത്ത് എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ മുനീഫ് ഇബ്രാഹിം ജിബ്രയുടെ കൂടെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ക്ലാസ്സുകളിലൊക്കെ എല്ലാ നിലക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി സിദ്ഖ് കദിബ് ഏത് വാചകാണ്, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വഇയ്യാക്കും വൽ കദിബ് ഫഇന്നൽ കദിബ യഹ്ദി. അപ്പോ സിദ്ഖ് കദിബ് രണ്ട് വാചകങ്ങൾ ഒരുമിച്ച് കൂട്ടി. അപ്പൊ അത് തിബാഖ് ഈജാബാണോ സൽബാണോ എന്നുള്ളതായിരിക്കും അടുത്ത കൺഫ്യൂഷൻ. ആ രണ്ട് വാചകവും തമ്മിൽ എന്തില്ല, ഈ ഇതായിട്ട് വരുന്ന രണ്ട് വാചകങ്ങള് ഈജാബ് സൽബിൽ വ്യത്യാസം ഇല്ലെങ്കിൽ അത് ഈജാബാണ്. വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അത് സൽബായി. രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ തിബാഖ് ഈജാബ് എന്നാണ് പറയാം. ഓക്കെ,
ഇനി നഖ്ദ് ഷെയറിനെ കുറിച്ച് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉന്നയിച്ചിരുന്നു. നഖ്ദ് ഷെയർ അടിസ്ഥാനപരമായി കവിത എങ്ങനെയാവണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കവിതയ്ക്ക് നിർവചനം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ധിഷണയിൽ നിന്ന് ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ബിനഉൻ ഹൈക്കലിയുൻ മന്തിഖിയുൻ തസവ്വറഹു ഖുദാമത്ത് ബിൻ ജഅഫർ ബിഅഖ്ലിഹി അൽ മുജറദ്. അല്ലാതെ അദ്ദേഹം ജാഹിലി അബ്ബാസി അമവി കവികളെ ഒന്നും എന്ത് ചെയ്യില്ല, അവരെ താരതമ്യം ചെയ്യാനല്ല അദ്ദേഹം നഖ്ദ് എഴുതുന്നത്. കവിത എങ്ങനെയാവണമെന്നും കവിതക്ക് കൃത്യമായിട്ട് അതിന്റെ ഉള്ളടക്കങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്ത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അപ്പൊ ആ അലിഫ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ടോട്ടലിറ്റേറിയനിസം, ഷുമൂലി, അതൊന്നും ശരി പറയേണ്ടതില്ല. പിന്നെ ഈ പറയുന്ന ബൽത്തജ, ഹൈമന, സൈത്തറ, ഇത് മൂന്നും ആധിപത്യം കൂവത്തുമായി ബന്ധപ്പെട്ടതാണ്. ഹർവല എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ വേഗം നടുക്കുന്നതിന് ഒക്കെ പ്രയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഹർവല എന്ന് പറയുന്നത് മറ്റേതിന്റെ സാമ്യമായ ആശയം അല്ലെങ്കിൽ അർത്ഥം ഉൾക്കൊള്ളുന്നതല്ല. ഇനി ഇത് യൂണിറ്റ് 9 നിന്ന് വന്നതായിരിക്കാം. ഏറെക്കുറെ ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറയാവുന്ന രൂപത്തില് ലൈബ്രറികൾ അത് ഏത് നാടുമായി ബന്ധപ്പെട്ടതാണ്? അതൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. നമ്മള് ജനറൽ നോളജ് എന്ന രീതിയിലൊന്നും നമുക്ക് അങ്ങനെ അറബിക്കിലില്ല. അറബ് ലോകവുമായി ബന്ധപ്പെട്ട ജനറൽ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില ഉദബാവും അവരുടെ തന്നെ ചില പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ലൈബ്രറികൾ എന്നുള്ള നിലക്ക് ചോദിച്ചതായിരിക്കാം. വളരെ കൃത്യമായിട്ട് ഇത്തരം ഒരു ഭാഗം എന്ത് വരുന്നില്ല, നമുക്ക് പഠിക്കാൻ പ്രത്യക്ഷത്തിൽ സിലബസിൽ വരുന്നില്ല എന്നുള്ളതാണ്. മുജ്തമ അൽ ആസിയ എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. ഷിബിലി നുഅ്മാനിയുടേത് ലക്നൌവിലാണ്. അതുപോലെ തന്നെ ആസാദിന്റെ മാനുസ്ക്രിപ്റ്റുകൾ, അതേപോലെ അറബി പേർഷ്യൻ മാനുസ്ക്രിപ്റ്റ് ഉള്ള ലൈബ്രറി എന്ന് പറയുന്നത് തുങ്കിലാണ്. അതേപോലെ മജ്ലിസുൽ ഹിന്ദിയിലെ ലയാഖത്ത് സഖാഫിയ എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. പിന്നെ അഹ്ലാ മുസ്തഖാനമിക്ക് നജീം മഹ്ഫൂദിന് 998 അവാർഡ് കിട്ടുന്നത് ദാക്കിറത്തുൽ ജസദ് എന്ന് പറയുന്ന കൃതിയെ മുൻനിർത്തിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മാതാ ഹസുൽ അലം ഇൻഹിതാത്തുൽ മുസ്ലിമീൻ ഇത് 50-ലാണല്ലോ എന്നൊരു ചോദ്യം. നമ്മുടെ ചോദ്യം മിസ്റിലൊപ്പം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. 50-ലാണ് ലക്നൌവിലും അതേപോലെ സിരിയയിലൊക്കെ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പക്ഷെ 51-ൽ അദ്ദേഹം മിസ്റിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് അത് ആ വർഷം പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് ഈ പറയുന്ന മാതാ ഹസുൽ അലം ഇൻഹിതാത്തുൽ മുസ്ലിമിന്റെ ഏതൊരു ഗ്രന്ഥത്തിന്റെ ആമുഖ ഭാഗത്ത് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്നെ മക്കാലയിലോ മറ്റൊക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ അത് അവിടെ പ്രത്യേകിച്ചൊന്നും ക്ലെയിം ചെയ്യാനില്ല, അത് കറക്റ്റ് ആയിട്ട് കൊടുത്തു തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ അത് ഉണ്ടല്ലേ, ഇതില് സ്ക്രീൻ അത്ര വിസിബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ദാറു തബഅത്ത് സാനിയൽ മുനഖഹ മിൻ ജാമിഅത്തുൽ അസ്ഹർ. അസ്ഹറിൽ നിന്ന് എഡിറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രസിദ്ധീകരണം എന്നാണ്. ആദ്യം വേറെ സ്ഥലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചാണ്, അസ്ഹറിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 1951. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വിവരണം അതിന്റെ തന്നെ ഒരു കോപ്പിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് ക്ലെയിം ചെയ്യേണ്ടതായിട്ടൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ക്ലിയർ ആകുന്നത്. മാത്രമല്ല ഈ 45, 47, 43 ആ സമയത്തൊന്നും അത് പ്രസിദ്ധീകരണം പൂർത്തിയാവുന്നില്ലല്ലോ. ഈ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് 50-ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മിസ്റിലപ്പം പ്രസിദ്ധീകരിച്ച എന്ന് ചോദ്യം കണ്ടാല് ഒന്നെങ്കിൽ അത് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം അല്ലെങ്കിൽ അതിന്റെ ശേഷത്തെ വർഷം എന്ന് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, 50-ലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ 47 മറ്റോ അതിന് രചനയിൽ നിന്ന് പൂർത്തിയാവുകയും മറ്റൊക്കെ ചെയ്യുന്നു. അപ്പൊ 50-ൽ അത് പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ മിസ്റിൽ വെച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാമത്തേന് ശേഷമായിരിക്കും. അപ്പൊ 51 എന്നുള്ള ആൻസറല്ലേ നമ്മൾ കൊടുക്കാനും പാടുള്ളൂ. ഇനി റിഫാത്ത് ഹത്താവി തഖ്ലീസുൽ ഇബ്രീസ് ബി തൽഖീസി ബാരീസ് എന്നുള്ളത് അദ്ദേഹം ഒരു ഫ്രഞ്ച് മുസ്തശ്രിഖുമായി കൂടിയാലോചന നടത്തി എന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. സെലഫ്സ്റ്റർ ദി സാസെ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ നാമം എന്ന് പറയുന്നത്. പിന്നെ ഇബ്നു തുഫൈൽ അദ്ദേഹത്തിന്റെ ഹയ്യിബ്നു യഖ്ളാൻ എന്ന് പറയുന്നത് ഫൽസഫയുടെയും ദീനിന്റെയും ഇടയിലുള്ള ഒരു സമന്വയമാണ് അത് ആലോചിക്കുന്നത്. ഓക്കെ, ഫൽസഫന്റെയും ദീനിന്റെയും ഇടയിൽ, അല്ലാതെ ഇസ്ലാമിക ചരിത്രം എന്നുള്ളതോ അല്ലെങ്കിൽ ഉന്ദുലുസിന്റെ ചരിത്രം എന്നുള്ള നിലക്കല്ല അത് വരുന്നത്. പകരം തൗഫീഖ് ബൈന അൽ ഫൽസഫ വദ്ദീൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി
ഈ ഒരു ചോദ്യത്തിൽ ചില ആളുകൾ കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. മാസാല ഹദൽ ഖുർശി യുഹ്ദി ഹത്ത ഖാല ഷിഹർ. ഇത് മർവാൻ അങ്ങനെ മറ്റാരോ ഉമർ ബിൻ അബി റബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ 1, 3 തന്നെയാണ്. അദ്റക്തുഹു വലഹു നാബ് വാഹിദ് എന്ന് ജരീർ അഖ്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ബാ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? അത് അഖ്തലുമായി ബന്ധപ്പെട്ടതാണ്. ബാ 2 തന്നെയാണ്. അപ്പൊ ബാ ജരീറുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ അടുത്തൊരു വിഷയം വരുന്നുണ്ട്. ഇന്നമ അന്തലിൽ ഹജ്ജാജ്, അതിനാളില്ലാതെ പോകും. അത് പറഞ്ഞ ആളും ഇല്ല. പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ അയാളെന്ന് വിൽക്കാമായിരുന്നു. അത് പറയപ്പെട്ടത് ജരീറിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെയൊക്കെ പറയപ്പെട്ട ആളാരെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അക്രീഹുൽ ഖുർആൻ എന്ന് പറയുന്നത് ഫറസ്ദഖിനെ കുറിച്ച് പറഞ്ഞതാണ്. പറഞ്ഞ ആൾ അലി റളിയല്ലാഹു. അപ്പൊ ഇത് അമ്മങ്കാല എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പൊ അത് ആ വരുന്ന സമയത്ത് ഈ പറയുന്ന ജീമ് എന്ന് പറയുന്നത് ഫറസ്ദഖിനോടാണ് യോജിക്കുന്നത്. ഇന്നമ അന്തലിൽ ഹജ്ജാജ് എന്ന് പറയുന്നത് ജരീറിനോടാണ് യോജിക്കുന്നത്. ഓക്കെ. അദ്ദേഹം അബ്ദുൽ മലിക് മർവാന്റെ മറ്റടുത്ത സമയത്ത് നിങ്ങൾ ജരീറിന്റെ ആളാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനി യാഖൂത്തുൽ മോജമിലെ വക്കാന നബി അബി ഉമർ ബിൽ ഇൽമി ജലാല വബിൽ അദബി റിആസ വശുഹറ മഅ ദിയാന വസിയാന എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അത് ഇബ്നു അബ്ദുറബിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾക്ക് ക്ലാസ്സിലെ മെറ്റീരിയൽ ഒക്കെ നമ്മളത് പരാമർശിക്കുന്ന കാര്യം കൂടിയാണ്. ഇനി അഗാനിയുടെ 2ാം വാള്യം അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത്. ചില കുട്ടികൾക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ട്. വേറെയും പലതും പറയുന്നുണ്ടല്ലോ, അത് മാത്രല്ലല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മള് അതിന്റെ 2ാം ജിൽദിന്റെ മുഹത്തബയാത്ത് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബനു ആമിർ അദീബിന് സെയ്ദ്, അത് മാത്രമാണ്. ഖൈസുബിൻ ഖത്തീബ് ബഷാർ, അബുൽ അത്താഹിയ, നാബിഗ ജഅദി, ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ 2ാം ജിൽദിന്റെ മുഹത്തബ നോക്കുന്ന സമയത്ത് ബനു ആമിർ പറയുന്നുണ്ട്, അദീബിന് സെയ്ദ്. ഓക്കെ. പിന്നെ പറയുന്നത് ഹുതൈഅയാണ്, ഇബ്നു ആയിഷ, ഇബ്നു ഉർത്ത, ഇബ്നു മയ്യാദ, ഹനീൻ അൽ ഹരീരി, ഹൈരി അൽ ഗരീബ്, അഖ്ബാർ ഹകം ഇബ്നു, ഇങ്ങനെയുള്ളവരുടേതാണ്. അപ്പൊ അതൊന്നും നമ്മൾ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ബനു ആമിർ അദീബിന് സെയ്ദ് എന്ന് പറയുന്നവരുടേത് മാത്രമാണ് ഈ പറയുന്ന അഗാനിയുടെ 2ാം വോള്യം കൈകാര്യം ചെയ്യുന്നത്. ഇനി ഉസ്ബ ഉദ്ദുലുസയുടേത് മിഷാൽ മൗലൂഫിനും റഷീദ് സലീം ഖുരിക്കും ശേഷം ഏറ്റെടുക്കുന്നത് ഷഫീഖ് മൗലൂഫാണ്. ഇനി അമ്രുബിൻ കുൽസൂം, അദ്ദേഹം 15ാമത്തെ വയസ്സിലാണ് അതിന്റെ ഗോത്ര നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജാഹിൽ അസാനി എന്നറിയപ്പെടുന്നത് ഇബ്നുൽ അമീദാണ്. ഈ എക്സാമിന് തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, ജാഹിദുൽ ഉന്ദുലുസ്, അത് ഇബ്നു ഹസ്മാണ്. ജാഹിൽ അസാനി എന്ന് പറയുന്നത് ഇബ്നുൽ അമീദും ജാഹിൽ അൽ ഉന്ദുലുസ് എന്ന് പറയുന്നത് ഇബ്നു ഹസ്മുമാണ്. പിന്നീട് അജ്നബി കലിമത്തിൽ പെട്ടതല്ല. അപ്പോ സുന്ദുസിലെ ആയത്തിൽ തന്നെ ഉള്ളതാണ്, സുന്ദുസും വൈസ്തബ്രഖ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ സഞ്ചബീല, എന്തൊക്കെ ആയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ പേർഷ്യൻ ഭാഗമാണ്. ഇപ്പൊ പട്ട്, സിൽക്കുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഈ സുന്ദുസ്, ഇത്തരം പദങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ത്വാഗൂത്ത് എന്ന് വരുന്നത് താകൂത്ത് എന്നുള്ളത് ത്വഗ, അത് അറബി പദം തന്നെയാണ്, അത് അജ്നബി പദമല്ല. ഓക്കെ. അപ്പൊ മറ്റുള്ളതൊക്കെ പേർഷ്യൻ പദങ്ങളിൽ നിന്ന് അറബീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ. പേർഷ്യൻ പദങ്ങളിൽ നിന്ന് അറബിയിലേക്ക് വന്നിട്ടുള്ളതാണ്. താകൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അജ്നബി ആയിട്ട് വന്ന് പിന്നെ അറബീകരിക്കപ്പെട്ടതല്ല. ഇനി ഇസ്തബറ, ഇഫ്താല വസനാണ് ഇതില്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഈ പറയുന്ന ആയതാണ്. ഇപ്പൊ ഇഫ്താല വസനില് അതിന്റെ ഫാഫിയില് സ്വാദോ വാദോ ത്വാഓ ലാഓ ആയി കഴിഞ്ഞാൽ അതിന്റെ താഇനെ മറിച്ച് ത്വാ ആക്കും എന്നൊരു നിയമമുണ്ട്. അപ്പൊ സ്വാദ് ഇഫ്തഅല, ഇസ്തബറ, ഫാഫിലിന്റെ സ്ഥാനത്ത് സ്വാദ് വന്നു. സ്വാദ് വരുന്ന സമയത്ത് അതിന്റെ തായിനെ ആ തായിനെ മറിച്ചിട്ട് ത്വാ ആക്കണം. ഇസ്തബറ, ഇസ്തലഹ, അല്ലെ? ഇസ്തിലാഹ് നമ്മൾ പറയാറുണ്ടല്ലോ. ഇസ്തിലാഹ് എന്ന് പറയുന്നത് ഇസ്തലഹയാണ് അടിസ്ഥാനപരമായിട്ട്. സ്വലഹ, ആ സ്വാദ് തായിന്റെ സ്ഥാനത്ത് വന്നപ്പം നമ്മൾ എന്ത് ചെയ്തതാണ്? അവിടെ ഈ തായിനെ മറിച്ചിട്ട് ത്വാ ആക്കിയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇബ്നു ഖുതൈബ ലത്തായിഫുൽ മആരിഫ് എന്ന് പറയുന്നത് ഇബ്നു റജബ് എന്ന് പറഞ്ഞ ഹംബലി മദ്ഹബിലെ ഒരു വലിയ പണ്ഡിതന്റേതാണ്. ബാക്കിയുള്ള ഉയ്നുൽ അഖ്ബാർ, അദബുൽ കാത്തിബ, ഷെയ്ർ വശറ, ഇതെല്ലാം ഇബ്നു ഖുതൈബയുടേതാണ്. ഇനി അനബിനു ജലാവത്തുള്ളനായ, ഞാൻ എല്ലാ പ്രയാസങ്ങളും മറ്റും ഒക്കെ സഹിച്ചു കയറുന്ന ആള്, ഈ കവിത അത് ഉപയോഗിച്ച ആളാരെന്ന ചോദ്യം. മൻ ഇസ്തഖ്ദമ ഷിഅറ,
തന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചു. ആ കവിത ഹജ്ജാജിന്റേതല്ല. ആ കവിത അടിസ്ഥാനപരമായിട്ട് അത് സുഹൈബ് ബിൻ വസീൽ എന്ന് പറയുന്നവരുടേതാണ് എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കവിത ഹജ്ജാജ് തന്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. മൻ ഇസ്തഖദമ, ആരാണ് അത് കോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അത് സഹീബ് എന്ന് പറയുന്നവർ ഇവിടെ ഓപ്ഷനിലില്ല. ഓക്കെ, അപ്പൊ അത് ഹജ്ജാജ് തന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. അതല്ല ഹജ്ജാജിന്റേതാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ വേറെ പല സ്ഥലങ്ങളിലും കാണുന്നത് സുഹൈബ് ബിൻ വസീലിന്റേതാണ്. ഹജ്ജാജ് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചു, അങ്ങനെ ഇത് മഷ്ഹൂറായി എന്നാണ്. ഇനി പ്രധാനപ്പെട്ട ദേശീയ ആഘോഷങ്ങൾ. ജനുവരി ഡിസംബർ വരെ അവരുടെ ഈ നാഷണൽ ഡേ ഉണ്ടാകുമല്ലോ, അത് വെച്ച് നോക്കിയാൽ ആദ്യം വരുന്നത് കുവൈത്താണ്, പിന്നീട് വരുന്നത് സൗദിയാണ്, പിന്നീട് വരുന്നത് ഒമാനാണ്, ഏറ്റവും അവസാനമാണ് ഖത്തർ വരുന്നത്. ഈ റായാത്ത് ദീഖർ ഉമർ അബൂരീഷയുടേതാണ് അല്ലെ. നമ്മളെ കുട്ടികൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇങ്ങനെ ഓർഡർ ആക്കി പറയുമ്പോൾ താജ്മഹൽ, സമീറ മിസ്സിനെ കൂട്ടി താജ്മഹൽ കാണാൻ പോയി, വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ കൂട്ടി താജ്മഹൽ കാണാൻ, കാറിൽ താജ്മഹൽ കാണാൻ പോയി, സമീറ മിസ് കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ആ റായാത്ത് ദീഖാർ അത് ഉമർ അബൂരീഷയുടേതാണ്. ഓക്കെ, ഇനി അടുത്തത് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഇവിടെ ഇബ്നു ഖല്ലിക്കാനാണ് ഇൽമു സർഫ് ആദ്യമായിട്ട് രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോ ഈ നെഹ്വായാലും സർഫായാലും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതല്ല, നെഹ്വ് അദബുൽ അസ്വദ് ദുവലിയാണ്. പിന്നീട് ആദ്യം അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രാരംഭം നൽകി, പിന്നീട് അവരിൽ നിന്ന് അബുൽ അസ്വദ് ദുവലിയാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. എന്നാൽ നെഹവിന്റെ കാര്യം എങ്ങനെയാണെങ്കിലും സൊറഫിന്റേത് മുആദ് ബിൻ മുസല്ലിം എന്ന് പറയുന്നവരാണ്. മുആദ് ബിൻ മുസ്ലിമാണ് എന്തായിട്ടുള്ളത് സൊറഫിന് ആദ്യമായിട്ട് വദഅ ചെയ്ത് ഒരു മുസ്തഖില്ലായ ഇൽമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പല ആളുകളും പറയുന്ന ഒരു അഭിപ്രായം. അതായത് ഇബ്നു ഖല്ലിക്കാൻ അല്ല എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ ദീവാൻ ആദ്യമായിട്ട് 909, 911 എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. 909 എന്നിവിടെ കൊടുത്തതായിട്ട് കാണുന്നു. 911 എന്നുള്ളതാണ് വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇലിയ ലബനാനയും ഇസ്കന്ദരി, അദ്ദേഹം അലക്സാണ്ടറിലേക്ക് പോയിരുന്നു. എപ്പോൾ പോയിരുന്നു? ഫി സിന്നിൽ ഹാദിയാഷർ, അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ. 1889 സമയത്താണ് ഇലിയ മുഹമ്മദ് ജനിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും 1900 ആ സമയത്താണ് വരുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ 10, 11, 12 വർഷം ജീവിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം എന്താകുന്നത് ഇവിടേക്ക് പോകാൻ വേണ്ടി തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇലിയ ബൂമാലിയുടെ 1909 തന്നെ എന്തായിട്ടുണ്ട് ആദ്യത്തെ ദീവാൻ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ ആരുടേതാണ് ആ ദീവാൻ എന്നുള്ളതാണ്. ഇലിയ അബൂമാദിയുടേതാണ് എന്നാണ് ഓപ്ഷനിലുള്ളത്. പിന്നെ നസീബ് അലിയുള്ള അവരൊന്നും അലക്സാണ്ടറിലേക്ക് പോയി എന്ന് നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ അലക്സാണ്ടറിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് പരാമർശമുള്ളത് ആരുടെ തന്നെയാണ്? അത് ഇലിയ അബൂമാദിയുടെ തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തില് അദ്ദേഹമാണ് അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ആ വർഷത്തിൽ എന്തുണ്ട് ചില നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ. 911 എന്നുള്ളതാണ് പലയിടത്തുള്ളത്. ആ രീതിയിൽ അത് ക്ലെയിം ചെയ്താൽ ചിലപ്പം മാറണത്. പക്ഷെ അതിയുടെ മറ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ള വേറൊരാളും അതിലില്ല എന്നുള്ളത് കൊണ്ട് അത് ഒരു പക്ഷെ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും ആ അർത്ഥത്തില് വളരെ വിരളം തന്നെയാണ്. ഇനി
മഹാഫിലീങ്ങളായ ഷുഅറായിൽ ഇങ്ങനെ ബാറുദിക്ക് ശേഷം വന്നവരെ കുറിച്ച് നമുക്ക് ഒരുപാട് കവികളുണ്ട്. ആ ഒരു ബുദ്ധിയൊന്നും പ്രത്യേകിച്ച് കണ്ടെത്തിയൊന്നും ചെയ്തിട്ടില്ല. അവര് പഴയ ആളുകളെ തന്നെ അങ്ങനെ ഫോളോ ചെയ്തതാണ്, അവരിൽ നിന്ന് അവർ ആർജിച്ചതാണ് എന്നൊക്കെ രീതിയിൽ പരാമർശം നടത്തിയിട്ടുള്ളത് ത്വാഹ ഹുസൈൻ തന്നെയാണ്. ത്വാഹ ഹുസൈന്റെ ഹാഫിദ് വ ഷൗഖി ഹാഫിദ് വ ഷൗഖി എന്ന് പറയുന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിനകത്ത് അദ്ദേഹം നടത്തുന്ന ചില നിരൂപണങ്ങളുണ്ട്. ആ നിരൂപണങ്ങളിലാണ് എന്താകുന്നത്, ഇത്തരം ഒരു പരാമർശം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ ഇതാണ്. വൈന്ദന ഗുത്താബോ എങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് വൈന്ദന ഷേറ വലാക്കിൻ ഹും ലം യുജദ്ദിദു ഷൈഅൻ വലം യബ്തകിറു വലം യസ്തഹദസു വഇന്നമ ഇക്തസബു ശഖ്സിയതഹും മിനൽ ഖദീം വസ്തആറു മജ്ദഹും അൽ ഫന്നിയ മിനൽ ഖുദമാ എന്നെ പറയുന്നുണ്ട്. അപ്പോ ഇത് ത്വാഹ ഹുസൈന്റെ ഹാഫിദ് ഷൗഖി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്. ത്വാഹ ഹുസൈൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിന്റെ വയസ്സുമായി ബന്ധപ്പെട്ടില്ല. ബദാലിയൻ എന്ന് സുഹൈർ ബിൻ അബി സലമ ആണ് പാടുന്നത്. ഓക്കെ. അഹമ്മദ് ഷാഹിബിൻ അൽ അദബുൽ മുസ്രി കൈഫിയക്കൂൻ എന്ന് പറയുന്ന മജല്ല വാദിയന്നയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. മജല്ല അൽ അറബിയയുടെ അല്ലെ, മജ്മുഉൽ അൽ അറബിയയുടെ മുഖപത്രം എന്നൊക്കെ പറയപ്പെടുന്നതാണ് മജല്ല വാദിയന്നയിൽ എന്ന് പറയുന്നത്. അതിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു വരുന്നത്. ഇനി തസ്രീഹുൽ ഉമല, ലേ ഓഫ്, ആളുകളെ ഈ പ്രതിസന്ധിയുടെ സമയത്തൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അതാണല്ലേ ലേ ഓഫ് എന്ന് പറയുന്നത്. ഓ തസ്രീഹും ബി ഇഹ്സാൻ എന്ന് ഖുർആനിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. തസ്രീഹും ബി ഇഹ്സാൻ. ഇതേപോലെ ഈ ഉമാല തൊഴിലാളികൾ എന്താകുകയാണ്, പിരിച്ചുവിടുന്ന പരിപാടിയാണ് ലേ ഓഫ് എന്ന് പറയും. ദാവൂദ് ബിൻ അലി അല്ലെ, ദാവൂദ് അല്ലാഹി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിൽ അംർ ബിൻ മഅദി കരീബ് അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിലാണ്. അപ്പൊ ബാഹ് തുടക്കത്തിൽ വരുന്ന ആകെ ഒരാളേ ഉള്ളൂ. അവിടെ കൺഫ്യൂഷന്റെ ഒരു പ്രസക്തിയും. അംർ ബിൻ മഅദി കരീബ് ജാഹിലി കാലഘട്ടത്തിലുള്ളവരാണ്. പിന്നെ അലി റളിയല്ലാഹു ഇസ്ലാമിക കാലഘട്ടത്തിലുള്ളവരാണ്. ശുബാൻ അങ്ങനെ തന്നെ. അതിനുശേഷമാണ് ദാവൂദ് അല്ലാഹിരി എന്ന് പറയുന്നവർ വരുന്നത്. ദാവൂദ് ബിൻ അലി, ദാവൂദ് അല്ലാഹിരി എന്നായിരിക്കും അവർ. ഇനി ഈ ചോദ്യം അവരുടെ ജന്മനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബഷാർ ജനിക്കുന്നത്, ബഷാർ ബസറക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒന്ന് അലിഫ് 2 എന്ന് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തൽ അത്ര ക്ലാരിറ്റിയോടെ കൂടി നടക്കൂല. പിന്നീടുള്ളത് അബൂനുവാസ് അഹ്വാസിൽ ജനിച്ചതാണ് എന്നും അറിയാം അല്ലെ. അപ്പോ ബാ 3 എന്ന് ഒറ്റയടിക്ക് അറിഞ്ഞാൽ മതി, ബാ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം ബാക്കി ഒരു സ്ഥലത്തും ബാഹിന്റെ നേരെ എന്ത് വരുന്നില്ല, ഈ പറയുന്ന 3 വരുന്നില്ല. ഓക്കെ. ഇനി ക്ലാസിക്, ആധുനിക കാലഘട്ടത്തിലെ ക്ലാസിക് വഴിയുടെ പ്രത്യേകത എന്താണ്? അത് പൂർണ്ണമായിട്ടും വസിന് ബഹർ ഒന്നായിരിക്കണം, കാഫിയ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആ പഴയ സ്റ്റൈല് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നവരാണ്. ആൻസർ കറക്റ്റ് തന്നെയാണ്. ഇനി ലുഹൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഉദയം കഴിഞ്ഞ് കുറച്ചുകൂടി വന്നിട്ട് ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ അത് അബ്ബാസി കാലഘട്ടത്തിലെ പരാമർശങ്ങൾക്ക് അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് ചരിത്രമാണ്. ലുഹൽ ഇസ്ലാം എന്ന് പറയുന്നത് ചരിത്രമാണ്. അപ്പൊ അലിഫ് എന്ന് പറയുന്നത് താരീഖാണ്, 3 ആണ് എന്നറിഞ്ഞാൽ മാത്രം തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. ഹയാത്തി എന്ന് പറയുന്നത് എന്താണ് അല്ലെ, ഇത് എല്ലാം അഹമ്മദ് അമീന്റെ ഗ്രന്ഥങ്ങളാണ്. അഹമ്മദ് അമീന്റെ സീറദാത്തിയാണത്. ഓക്കെ. 4. ഓക്കെ. ഫൈദുൽ ഖാത്തിർ എന്ന് പറയുന്നത് അദബാണ്. ഖാമൂസ് എന്ന് പറയുന്നത് മൗസൂഅത്താണ്, എൻസൈക്ലോപീഡിയക്കാണ്. ഓക്കെ. അഹമ്മദ് അമീന്റെ 4 ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇനി ഇത് പൊതുവെ ഈ ഹിജ്റ വർഷമാണ് നമ്മൾ പഠിച്ചു വെക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്രിസ്തു വർഷമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ സ്ട്രക്ചർ കുട്ടികളെ സ്റ്റുഡൻസ് നമ്മൾക്ക് അതിന്റെ ഒരു തർത്തീവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം ജനിച്ചതാര് അല്ലെങ്കിൽ ആദ്യം മരിച്ചതാര് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ വർഷവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ജനനായാലും മരണായാലും ഒക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യത്തെ ആൾ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ് ഇതിൽ 132 780 എന്ന് പറയുന്ന സമയത്ത് വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം വരുന്നത് ആരാണ്? പിന്നീട് ഈ ഇബ്നുൽ ഹമീദാണ് അല്ലെ. അപ്പോ നമുക്ക് ഇതിലെ വർഷങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇതിൽ ഏറ്റവും ചെറിയ വർഷം ഏതാണ്? 750ആണ്. ഇതാണ് ഏറ്റവും ചെറിയ വർഷം. പിന്നീടുള്ള വർഷം എന്ന് വരുന്നത് ആരാണ്? 970, 999, 970ആണ്. പിന്നീട് വരുന്നത് 995ആണ്. ഇതാണ് 1200. ഇനി ഇതില് നമ്മൾ നോക്കി, ഇതിൽ ഏറ്റവും ആദ്യം മരണപ്പെടുന്നത് അബ്ദുൽ ഹമീദാണ്. ഓക്കെ. പിന്നീട് മരണപ്പെടുന്നത് ആരാണ്? ഇബ്നുൽ ഹമീദിന്റെ കാലാണ്. ഇബ്നുൽ ഹമീദിന്റെ ശിഷ്യനാണ് ആര്? സ്വാഹിബുൽ ഉബാദ് എന്ന് പറയുന്നത്. അത് ഫദൽ കുറെ കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് ആൻസറിലേക്ക് സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ അലിഫ് 2-മത്താണ്. ഇപ്പൊ ഇവിടുത്തെ 2-മത്തേതാ 970 അലിഫ് 2 എന്നുള്ളത് ആലോചിച്ച് നോക്കും.
ഇനി 3 ഇവിടുത്തെ 3 ഏതാ 995. അപ്പൊ ബാ 3നോടാണ്. ഖാദിഫാദിന് 4ആണ്. ഇവിടുത്തെ 4 ഏതാ 1200. ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാം. ജീമ് 4നോടാണ്. അബ്ദുൽ ഹമീദ് 1ആണ്. അപ്പൊ 1 ദാലിന്റെ ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അല്ല നമ്മളത് വർഷം ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇംഗ്ലീഷോ അറബിയാണോ അല്ലെങ്കിൽ മലയാള വർഷമാണോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അവിടെ ആദ്യത്തേത് ആര് എന്ന് നമുക്ക് ഇപ്പുറത്തെ നെയിം അറിയാം. അപ്പൊ ഈ വർഷങ്ങളിൽ ആദ്യത്തെ ഓർഡർ നമ്മൾ എഴുതി നോക്കുക, എന്നിട്ട് അത് കണക്ട് ചെയ്യാം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് ഇവിടെ. ഇനി വഫാത്ത് അനുസരിച്ചിട്ട് ഇന്ത്യൻ കവികൾ ഇതില് ഹൈറാബാദിയാണ് ആദ്യം വരുന്നത്, പിന്നീട് സഹാറൻപൂരാണ്. ദാല് അലിഫ് ആ രീതിയിൽ വരുന്ന ഒറ്റൊന്നേ ഉള്ളൂ. ദാല് തുടക്കത്തിൽ വരുന്ന രണ്ടെണ്ണെങ്കിലും ദാലിന് ശേഷം അലിഫ് വരുന്നത് മൂന്നാമത്തെ ഓപ്ഷനിൽ മാത്രമാണ്. ഓക്കെ, പിന്നീട് ഇബ്നുൽ മുഖഫുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ ചോദ്യം. അദ്ദേഹം ജനിച്ചത് എവിടെ, പിന്നെ വളർന്നത് എവിടെ, പിതാവിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് മുമ്പുള്ള പേര്. അപ്പോ അദ്ദേഹം ജനിച്ചത് ബസ്രയിലാണോ അല്ല ജോറിലാണോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, റൗസബ ഇബ്നു ദാദബൈഹിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാലിന്റെ നേരെ 2 ആണ് വരേണ്ടത്. ദാലിന്റെ നേരെ 2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആവും. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ദൗസബ ദാസബൈഹി, റൗസബ ഇബ്നു ദാസബൈഹി, ജീമ് 4. അപ്പൊ ഈ ഒറ്റ ഓപ്ഷനെ അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ബസറ ജോർ എന്നുള്ളത് കൺഫ്യൂഷൻ ആണെങ്കിൽ അത് വിട്ട് കളയാം. ബാക്കി റൗസബ ഇബ്നു ദാസബൈഹി എന്നുള്ളത് മാത്രം ആലോചിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, മറ്റൊന്ന്, ജാഹിലി കാലഘട്ടത്തില് കവികൾക്ക് ആ ഗോത്രത്തിൽ വലിയ ആദരവും കാര്യങ്ങളും ഹത്തീബുമാരെക്കാളൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഹത്തീബ് അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ശരിയേ അല്ല. ഖായിദാണ് ഗോത്രത്തിന്, അതും ശരിയല്ല. ഖത്തീബിനേക്കാളും ഫضൽ ഇല്ല എന്നുള്ളതും ശരിയല്ല. ഒന്നാമത്തത് മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ഇനി ഇസാൻ അബ്ദുൽ ഖുദ്ദൂസിന്റെ ഇസാൻ അബ്ദുൽ ഖുദ്ദൂസ് ഒരു ഖുദ്ദൂസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുട്ടികൾ കണക്ട് കൊടുക്കാറുണ്ട്. സ്നേഹം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്ന ഖുദ്ദൂസ് എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തേത് അതാണ്, സാനുൽ ഹുബ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം കൊടുത്തുള്ള വർഷം 948ആണ്. അപ്പോ അലിഫിന് നേരെ 2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെയും ആൻസറിലേക്ക് ക്ലാരിറ്റിയോട് കൂടി എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ് ഇവിടെ. അടുത്തത് അന്നസറുശ്ശേരി അല്ലെ, ജിബ്രാന്റേതാണ് അത്തരം ഒരു ട്രെൻഡി ആയിട്ടുള്ള നസർ എന്ന് പറയുന്നത്. കുറെ കൂടി കാവ്യാത്മകമായ ഗദ്യം എന്ന് പറയുന്നത് ആരുടേതാണ്? ഖലീൽ ജിബ്രാന്റേതാണ്. ഇനി ഇബ്നു ഖഫാജ وقد خلع الهيا عليها هلي حمرا وأرضية خضرا يذوب لها ريق الغمائم فضة ويجمد في عطافها ذهبا نضرا എന്നുള്ളത് അദ്ദേഹം എന്തിനാണ് അതിൽ വസ്ഫ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹറയാണ് അദ്ദേഹത്തിന്റെ ഷിറുത്തബിയയിൽ വരുന്നത്. നെഹ്റായാലും നെഹലായാലും സഹറ, ഷംസ് ഇതെല്ലാം ഷിറുത്തബിയുടെ ഘടകങ്ങളായിട്ട് വരാം. അപ്പൊ ഇത് എവിടെ സൂചിപ്പിക്കുന്നു എന്ന് കുറച്ച് ആലോചിച്ചിട്ട് മാത്രം കണ്ടെത്തേണ്ട ഒരു വിഷയമാണ്. ഇനി ഇവിടെ ഹംറ്, ഷീറുൽ ഹംറുമായി ബന്ധപ്പെട്ട അബുനുവാസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ദാലിന്റെ നേരെ 3 വരുന്ന എത്ര ഉണ്ട്? ദാലിന്റെ 3 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ആൻസറിലേക്ക് എത്താനുള്ള ഒരു പഴുതില്ല. പിന്നെ അലിഫ് അഫിൻ നഫ്സി ഹാജാത്തുൻ ഫീക്കി ഫത്വാനത്തുൻ എന്ന് പറയുന്നത് മുത്തനബിയുടേതാണ് എന്നുള്ളത് കുറെ കൂടി പോപ്പുലർ ആണ്. ഓക്കെ, അപ്പൊ അലിഫിന്റെ നേരെ 2 ആണ്. ഈ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ അബ്ബാസ് മഹ്മൂദ് അക്കാദ് ഫ്രണ്ട്ലി കരാറിനെയൊക്കെ വിമർശിക്കുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആര്? മഹ്മൂദ് അക്കാദ് എന്ന് പറയുന്നവർ. ഓക്കെ, ഇനി അവരുടെ വഫാത്ത് ഇതില് ആദ്യമായി മരണപ്പെടുന്നത് ആരാണ്? ജിബ്രാനാണ്. 931 മരണപ്പെടുന്നുണ്ട്. പിന്നീട് 46 നസീബ് റിയളയാണ്. പിന്നീട് 57 ആരാണ്? ഈലിയ അബുമാദി. പിന്നീട് 1988 മിഖായിൽ നൈമ മരണപ്പെടുന്നത്. ഏറ്റവും ലാസ്റ്റ് ആണ് അദ്ദേഹം. ആൻസർ കൃത്യമാണ്. ഇനി ഇതിൽ ചില ആളുകൾ ഹയാത്തി ദുമു എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മളെ പദവി തോക്കാൻ്റെത് ഹയാത്തി ദുമു എന്നും പറയാറുണ്ട്, ഹയാത്ത് എന്ന് പറയാറുണ്ട്, ഹയാത്തി ദുമു കൽബുൻ വലു അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഭാരതത്തിലെ കസീദയുടെ പേരില് പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി അസാഫിർ ബിൽ അജ്നിഹ, അസാഫിർ തമൂത്തുൻ ഫിൽ ജലീൽ, ഔറാഖുൻ സൈത്തുൻ ഇത് 3 അദ്ദേഹത്തിന്റേതാണ്, ദർവേഷിന്റേതാണ്. അജ്നിഹ മുത്തഖസിർ ജിബ്രാന്റേതും ഹയാത്തി ദുമു എന്ന് പറയുന്നത് പദവി തോക്കാന്റേതുമാണ്. അവിടെ പ്രത്യേകിച്ച് സീനില്ല.
അൽ മദ്രസത്തുൽ നിലാമിയ, അതേ സൽജൂഖികളുടെ കാലത്ത് അവരുടെ ഷാ സുൽത്താൻ സൽജൂഖിയുടെ മന്ത്രിയായിരുന്ന നിലാം അൽ മൽക്ക് തൂസി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുറെ കൂടി അപ്പുറത്തേക്കുള്ള ചോദ്യം. 5-ാം നൂറ്റാണ്ടിലോ മറ്റുമാണ് മദ്രസത്തുൽ നിലാമിയ സ്ഥാപിക്കപ്പെടുന്നത്. സിലബസിന്റെ ആ ഒരു ലിമിറ്റ് കുറെ കൂടി ബ്രേക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൽമുൽ ബലാഗയുടെ ഒരു തർത്തീബ്. ഇപ്പൊ ഇത് തഴക്കീതുൽ മഅനവിയാണ് ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ അൽ ബലാഗയാണ് പൊതുവെ ഇവർ അവലംബിക്കാറുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പൊ ഒരർത്ഥത്തിൽ ഇൽമുൽ ബലാഗയുടെ ബേസ് എന്ന് പറയുന്നത് ഇൽമുൽ മഅനിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇൽമുൽ ബയാൻ, അത് കഴിഞ്ഞിട്ടാണ് ഇൽമുൽ ബദീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ തഴക്കീതുൽ മഅനവി എന്ന് പറയുന്നത് ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഇൽമുൽ ബയാനാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ഇൻഷാ ഇൽമുൽ മഅനിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നീട് കിനായ എന്ന് പറയുന്നത് ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം ആണെന്ത് ഈ പറയുന്ന കിനായ എന്ന് പറയുന്ന തിബാഖ്, അത് ഇൽമുൽ ബദിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ തഹഖീദുൽ മഅനവിയായ തഹഖീദൊക്കെ എന്ത് ചെയ്യണം? ആദ്യം അത് ക്ലിയർ ആവണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷാ ചെയ്യുന്നു. എന്ന് അതില് കിനായത്ത് കൊണ്ടുവരുന്നു, ചമൽക്കാരം കൊണ്ട്. അപ്പൊ ഇൽമുൽ ബലാഗയുടെ പഠനത്തില് ഈ പറയുന്ന ഫസാഹത്ത്, ബലാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തഹഖീദുൽ ലഫ്ദിയാണ്. തഹഖീദുൽ മഅനവി എന്ന് പറയുന്നത് അത് കുറെ കൂടി നമ്മുടെ ഈ ഇൽമുൽ മആനി, ഇൽമുൽ ബയാനിന്റെ ഒരു കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇൽമുൽ ബയാന്റെ തന്നെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് തഹഖീദുൽ മഅനവിയെ നമുക്ക് ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു മഹാറത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മളെ ഈ ബലാഗാബാധയുടെ ഒക്കെ ആമുഖത്തിൽ ഫസാഹത്ത്, ബലാഗത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ സംഗതികളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇൽമുൽ മആനിയിലെ ഇൻഷാ, പിന്നീട് ഇൽമുൽ ബയാനിലെ കിനായത്ത്, പിന്നീട് ഇൽമുൽ ബദീഇലെ തിബാഖ്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തഹഖീദുൽ ലഫ്ദി, ഓക്കെ, തഹഖീദുൽ ലഫ്ദി എന്താണ്? ഈ ഫസാഹത്തിന്റെ ബലാഗത്തിന്റെ ഒക്കെ ഇതില് തുടക്കത്തില് വരുന്ന ഒരു സാധനമാണ് ബലാഗത്തിന്റെ അവിടെയൊക്കെ. പക്ഷെ ഈ തഹഖീദുൽ മഅനവി എന്ന് പറയുന്നത് ബലാഗത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ കൂടി ഇൽമുൽ ബയാന് ആണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തില് നമുക്ക് ഈ അലിഫ്, ബാ, ദാല്, ജീമ്, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പക്ഷെ ഈ പറയുന്ന രൂപത്തില് തഹഖീദ് എന്ന് പറയുന്നത് ഫസാഹ ബലാഗയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് ഏറ്റവും ബേസ്. പിന്നീടാണ് ഇൽമുൽ മആനിയിലേക്ക് വരുന്നത്, പിന്നീടാണ് ഇൽമുൽ ബയാനിലേക്ക് വരുന്നത്, പിന്നീടാണ് ഇൽമുൽ ബദീയിലേക്ക് വരുന്നത്. ആ ഒരു ക്രമം വെച്ച് നോക്കുമ്പം ഓക്കെ എന്ന് പറയാം. പിന്നെ മജ്ലിസ് താബിനുൽ ഖലീജിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇഖ്തിസാദിയും സിയാസിയുമായിട്ടൊക്കെയുള്ള ഒരു പെർഫെക്ഷൻ അവിടെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൾച്ചറലോ അല്ലെങ്കിൽ സ്പോർട്സ് ബന്ധമായിട്ടോ അല്ലെങ്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിനിമ, ഫിലിം അത്തരം കാര്യങ്ങളെ അല്ല. ഇനി മുവശഹാത്ത്, നമ്മൾ മഖദമാണ് ആദ്യം വരുന്നത് അല്ലെ. അപ്പോ ജീമ തുടക്കത്തിൽ വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഇനി സുഹൈറിന്റേത് മീമിയാണ്, ബഹ്റുൻ തബീലാണ്. 64 അതില് വ്യത്യാസമുണ്ടോ? 59 ആ എണ്ണത്തില് അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ അത് മീമിയാണ്, ബഹ്റുൻ തബീലുമാണ്. ഓക്കെ, ഇനി അമ്മ അഹ്ലുൽ ഹനഫാഹരുടെ ഒക്കെ ആ മുവശഹിയുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗം വായിച്ചാൽ തന്നെ നമുക്കത് ക്ലിയർ ആകും. ഇബ്നു ഖൽദൂനിന്റെ കൊട്ടേഷൻ ആണ്. ഇനി ഹരീരിയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അദ്ദേഹം കവിത എന്താണ് കുറവാണ്. അപ്പൊ അദ്ദേഹത്തിന് താഴെയുള്ളതിൽ അദ്ദേഹത്തിന് 50 മക്കാം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഹമദാനിക്ക് 51 52 53 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹരീരിയുടേത് 50 അല്ലെ. അദ്ദേഹം 40 മക്കാം എഴുതിയിട്ടുള്ള ഹമദാനിയുടെ എന്തല്ല, സമകാലീനനല്ല. രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ് വരുന്നത്. അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി അദ്ദേഹത്തിന്റെ ബത്തലല്ല. അബുൽ ഫത്തഹ് അൽ ഇസ്കന്ദരി എന്ന് പറയുന്നത് നമ്മുടെ ബദീസമാൻ ഹമദാനിയുടെ ബത്തലാണ്. അദ്ദേഹം അസ്കലാനിലേക്കല്ല, അത് ഖാദി ഫാദിന് ശേഷം വേറെ വരുന്നുണ്ട്. അപ്പൊ ഇതിലാകെ ശരിയായിട്ടുള്ളത് അലിഫ് മാത്രമാണ്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അതിന് ചേരുംപടി ചേർക്കും ഇബ്നു ഖല്ലിക്കാൻ. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ 4 സംഗതികളാണ് പറയുന്നത്. അപ്പൊ ജനിച്ചതാണ് ആദ്യം, അതിനുശേഷമല്ലേ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ജനിച്ചിട്ടാണ് അദ്ദേഹം മിസ്രിലേക്ക് പോവുക, അദ്ദേഹം കാലിയാവുക ജനിച്ചതിന് ശേഷമാണ്, രചനയെന്ന് വിരമിക്കുകയും ജനിച്ച ശേഷം. അപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ വർഷം ഏതാണ് നോക്കുക, അത് ജനനത്തിന് നേരെ കൊടുക്കുക. അലിഫ് 3 അലിഫ് 3 എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അലിഫ് 3 പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? രചനയിൽ നിന്ന് വിരമിക്കുന്നു. രചനയിൽ നിന്ന് വിരമിക്കുന്നത് എപ്പോഴാണ്? 672 ഖാലിസ്ഥാനം ഏറ്റെടുക്കുന്നത് 689 മിസ്രിലേക്ക് വരുന്നത് 633
4-ലാണ്. ഓക്കെ. ഇനി കൂടുതൽ കാലം ജീവിച്ച ആള് എന്നുള്ളതാണ്. ഇപ്പൊ അബുലലാൽ മാരി അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഏകദേശം 90-നടുത്ത് 80 സംതിങ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പിന്നീട് ജീവിക്കുന്നത് ബഷാറാണ്. ബഷാർ 70 വയസ്സ് ജീവിക്കുന്നുണ്ട്. പിന്നീട് ഇബ്നു റൂമിയാണ്. ഇബ്നു റൂമി ജീവിക്കുന്നത് 60 സംതിങ് ആണ്. പിന്നെ അബൂനുവാസ് ആകെ 60-ൽ താഴെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതാണ് അതിന്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി മുമ്പ് അറബി കവിത എന്തായിരുന്നു? അറബി കവിത അത് മൗസൂനായിരിക്കണം, വസൻ ഉണ്ടായിരിക്കണം, കാഫി ഉണ്ടായിരിക്കണം. അതേപോലെ ജാഹിലി കാലഘട്ടത്തിൽ അതൊരു ദീവാന് പോലെയായിരുന്നു പരിഗണിക്കപ്പെടാറുണ്ടായിരുന്നത്. അല്ലാതെ അറബികളുടെ അടുത്തിൽ ഫഹർ എന്നുള്ള നിലക്ക് മാത്രം ആവണം എന്ന് ഒരു വാശി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതിൽ ഉമ്മത്തിന്റെ അവസ്ഥകളൊക്കെ അതിൽ അറിയിക്കണം, അങ്ങനെ കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. ഗോത്രത്തിന്റെ മേന്മ എന്തായാലും ഉണ്ടായിരിക്കണം, അങ്ങനെയില്ല. അതൊക്കെ ഫഹറുമായി ബന്ധപ്പെട്ടതിലാണ് ഈ പറയുന്ന സംഗതികൾ ഉണ്ടാവുക. അല്ലാതെ ഒരു കവിത എന്ന് പറയാൻ അലിഫും ബാവും മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അതിൽ വസന് വേണം, കാഫിയ വേണം. അതേപോലെ അത് ദീവാനുൽ അർബ എന്നുള്ള നിലക്കായിരുന്നു. ഇനി അസ്കലാനിലേക്ക് വരുന്നത് ആരാണ്? ഖാദി ഫാദിൽ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലെ, ഖാദി ഫാദിലാണ് ഈ പറയുന്ന അസ്കലാനിലേക്ക് വരുന്ന ആൾ. അബ്ദുറഹീം അൽ ബൈസാനി എന്ന് പറയും. ഇനി അഖദ് ഫരീദ് 25 ജൗഹർ അല്ലേ, അതിൽ 12 എണ്ണം ആദ്യം പറയുന്നു, പിന്നീട് വസാത്ത എന്ന് പറയുന്നു, ശേഷം വീണ്ടും ആ ആദ്യത്തെ 12 എണ്ണം ആവർത്തിക്കണം. ഇങ്ങനെ 25 ബാബാണ്. 25 ജൗഹറുകളുടെ നിയമം വെച്ചിട്ടുള്ള ബാബാണ് അതിൽ ഉള്ളത്. ഇനി ഹമീദുദ്ദീൻ ഫറായി 20-ാം നൂറ്റാണ്ടിലാണല്ലോ. 20-ാം നൂറ്റാണ്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് കാലഘട്ടമാണ്. ഓക്കെ. ഇനി കുനിയത്താണ്. അബുൽ വലീദ് എന്നുള്ളതാണ് ഇബ്നു സെയ്ദൂനിന്റെ. അപ്പൊ 1 എന്ന് പറയുന്നത്, അലിഫ് എന്ന് പറയുന്നത് എന്താണ്? അലിഫ് എന്ന് പറയുന്നത് 3 ആണ്. അലിഫ് 3 വരുന്ന ഒറ്റ ഓപ്ഷനാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ദാല് എന്ന് പറയുന്നത് അബു ഉമറാണ്. നമ്മൾ നേരെ കുറച്ച് മുമ്പ് യാഖൂത്തുൽ ഹിമവി ആരെ കുറിച്ചാണ്? അബി ഉമറിന് ഇങ്ങനെയൊക്കെ ഉണ്ട്, മഹത്വമുണ്ട് എന്ന് പറയും. അപ്പൊ അവിടെ അത് ഇബ്നു അബ്ദുറബ്ബാണ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ നേരത്തെ നമ്മൾ ഇങ്ങനെ വായിച്ചു വരുന്ന ചോദ്യങ്ങളിൽ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കണം. ഓക്കെ. അപ്പോ അദ്ദേഹം ഇവിടെ ഒരു ചോദ്യം കണ്ടല്ലോ, പിന്നെ ഖാലിഫാദിന് അസ്കലാനുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ നേരത്തെ ഹരീരിക്ക് അസ്കലാനുമായി ബന്ധമുള്ളതല്ല എന്നൊരു ധ്വനി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ ചെയ്ത ഓപ്ഷനോ വേണമെങ്കിൽ ഒന്നും പോയി നോക്കുക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യ പേപ്പറിനകത്ത് അപ്പുറവും ഇപ്പുറമൊക്കെ നമുക്ക് കണക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇബിനു ഹാനിയെ അബുൽ ഖാസിമാണ് അല്ലെ. ഇബിനു ഷഹീദ് അബു ആമിറാണ്. ഇനി മുസ്തഫിലുൻ ഫായിലുൻ, ഇത് ഏത് ബഹറുകളാണ്? നമുക്ക് ആകെ ഉള്ളത് 4 ബഹറുകളാണ്. അതില് കാമില്, തൊബീല്, ഖഫീഫ്, ബസീത്ത് എന്നുള്ളതാണ്. അപ്പൊ അതില് 1 മുസ്തഫിലുൻ ഫായിലുൻ, മുസ്തഫിലുൻ ഫായിലുൻ, അത് ബഹർ ബസീത്താണ്. ഓക്കെ. ഇനി ഫായിലാത്തുൻ, മുസ്തഫിലുൻ ഫായിലാത്ത് എന്ന് പറയുന്നത് ഖഫീഫാണ്. ഇനി മുത്തഫായിലുൻ എന്ന് പറയുന്നത് കാമിലാണ്. ഫഊലുൻ മഫായിലുൻ, ഫഊലുൻ മഫായിലു എന്ന് പറയുന്നത് തൊബീലാണ്. ഓക്കെ. ഇതില് വസീത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതില് ബഹർ ബസീത്ത് ആണല്ലോ ഉള്ളത്. ഇനി അസീസുബാദയുടെ രചനകള് അതിന്റെ തർത്തീബ് അനുസരിച്ച് എഴുതാനാണ്. അപ്പൊ ഖൈസ് വൽ ലുബ്ന എന്ന് പറയുന്നത്, പിന്നീട് ഷജറത്തു ദുർറ്, ശേഷം ഉറൂബുൽ ഉന്ദുലുസ്, ശേഷം ഷഹറിയ. ഇനി തഫ്ഇല എന്ന് പറഞ്ഞാൽ ബഹറല്ല, ഷത്രല്ല. ഷത്ര നമ്മൾ സദർ അജീസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. വസനും കാഫിയും കൂടി ഉൾക്കൊള്ളുന്ന കവിത എന്നുള്ളതുമല്ല. പകരം അല്ലെ, മുസ്തഫിലുൻ ഫായിലുൻ. മുസ്തഫിൽ എന്ന് പറയുമ്പോൾ മുസ്തഫിൽ അതൊരു തഫിലത്താണ്, ഫായിലുൻ അതൊരു തഫിലത്താണ്, മുസ്തഫിൽ അടുത്ത തഫിലത്താണ്, ഫായിലുൻ അടുത്ത തഫിലത്താണ്. ഇങ്ങനെ ഒരു കവിതയിലെ വസനിലകത്ത് വരുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് വസനിന്റെ മുസ്തഫിലും ഫായിലും ഒന്നായിട്ടുള്ളതാണ് വസൻ എന്ന് പറയുന്നത്, ബഹർ എന്ന് പറയും. അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് ആയിക്കൊള്ളുന്നില്ല. അത് സബബാണ്. അതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു വഹദത്ത് എന്ന് പറയാൻ പറ്റും. ജുസ് തന്നെയാണ്. അപ്പൊ തഫ്ഇലത്ത് അസ്ഗറു വഹദത്തൻ ലിൽ വസ്നി ഫി ശൈ. ഇനി അവരുടെ ജനനത്തിന്റെ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതില് മുബറദാണ് തുടക്കകാലത്തില് 2-3 നൂറ്റാണ്ടിന്റെ ഒക്കെ സമയത്തായിട്ട് വരുന്നു. പിന്നീട് ഇബ്നു അബ്ദുറബ്ബിന് 3-ാം നൂറ്റാണ്ടിന്റെ പകുതി, പിന്നെ 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മരണപ്പെടുന്നു. അബുൽ ഫർജ് അസ്ഫഹാനി 5-ാം നൂറ്റാണ്ടിന്റെ സമയത്ത് മരണപ്പെടുന്നു.
ഏറ്റവും അവസാനമായിട്ട് അബു അലി അൽ ഖാലി എന്ന് പറയുന്നു. ഓക്കെ, ഇനി അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട, അത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകളുടെ ഒരു ക്രമം എഴുതാനാണ്. ജാമിഅത്ത് ദുവൽ അറബിയ, പിന്നീട് ദുവൽ അൽ മുസദ്ദറ അൽ പെട്രോൾ അല്ലെ, ഒപ്പക്യു എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ, അൽ മുസദ്ദറത്തുൽ പെട്രോൾ എന്ന് പറയുന്നത്. ശേഷം മുനദമത്ത് തആവുൻ അൽ ഇസ്ലാമി, ശേഷം മജ്ലിസ് തആവുൻ അൽ ഖലീജി. പിന്നെ നേരത്തെ ഒരു ടേബിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മുഹമ്മദ് മന്ദൂറിന്റേത് അല്ലെ, തയ്യാറത്ത് അബ്ദുൽ അറബി ഫിൽ ഖർൻ റാബി അൽ ഹിജ്രി എന്ന് പറയുന്നത്. അത് ആരുടെ മേൽനോട്ടത്തിലായിരുന്നു, ഗൈഡൻസിലായിരുന്നു? മുഹമ്മദ് അമീനിന്റെ ഗൈഡൻസിലായിരുന്നു. ഓക്കെ, ഇനി ഈ ചോദ്യങ്ങള് കൃത്യമായിട്ട് ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു അബദ്ധവും ഇതിൽ വന്നിട്ടില്ല. കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഹരീരിയുടെ ബത്തല് അല്ലെ, നമ്മള് കുട്ടികളോട് പറയാറുണ്ട് ഹീറോ, ഉപ്പയാണ് ഹീറോ, അപ്പൊ അബ് ഉണ്ടാകും. പിന്നെ തുടങ്ങിയാണ് ബദിയാണ്, അപ്പൊ അബുൽ ഫത്ഹ് ബദിന്റേതാണ്. അബു സെയ്ദ് അസറൂജിയെ ഹരീരിയുടേതാണ്. അപ്പൊ 1, 2 ആണ്. ഹംദാനിയുടേത് അബുൽ ഫത്ഹ് ആണ്. പിന്നെ ഹാരിസ് ഹരീരിയാണ്. ഈസയാണ്. അപ്പോ അലിഫ് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനിൽ അങ്ങനെ വരുന്നുണ്ട് അല്ലെ. അലിഫ് 2, ബാ 4, അതും 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ജീമ്, അത് ഹരീരിയുടേത് ഹാരിസ്, റാവി ജീമ് 3, ഇതൊറ്റ ഓപ്ഷനാണ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകിച്ച് ക്ലെയിം ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി താഴെയുള്ള സുഹൈറിന്റെ അവരുടെ വാപ്പ ഖാല് ഇബിന്, അവരുടെ പേരനുസരിച്ച് എന്ത് ചെയ്യുക, ക്രമീകരിക്കാന്നാണ്. ആദ്യം ചോദിച്ചിട്ടുള്ളത് ഷായർ നഫ്സിഹി, കവി, പിന്നെ അദ്ദേഹത്തിന്റെ വാലിദ്, പിന്നെ ഖാല്, പിന്നെ ഇബിന് എന്ന് പറയുന്നു. അപ്പൊ ആദ്യം കവിയാണ് അല്ലെ, സുഹൈർ. പിന്നെ അദ്ദേഹത്തിന്റെ വാലിദിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, അബൂ സൽമ, സുഹൈർ ബിനു അബി സലാം. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഖാലാണ്. ഖാലാരാണ്? ബഷാമയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മകന് കഅബാണ്. അപ്പൊ ജീമി ലാസ്റ്റ് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി, മകന് അല്ലെ, ബാക്കിയൊന്നും അറിയില്ലെങ്കിലും. സിമ്പിൾ തന്നെയാണ്. ജീമി ലാസ്റ്റ് വരുന്ന ഒറ്റ ഓപ്ഷനാണ്. ഇതാണ് ആൻസർ എന്ന് പറയും. ഇനി മാരിഫ് ലവാരിഫ്, അത് മറ്റ് ദിമഷ്കിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അവരുടെ ജനനം അനുസരിച്ച് ഖുത്തബായിനെ ക്രമീകരിക്കുക. ഇതില് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ശേഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞിട്ട് ഹജ്ജാജ്, അത് കഴിഞ്ഞിട്ട് സിയാദ്. ഓക്കെ, ഇതില് സിയാദിന്റെ ജനനം എന്ന് പറയുന്നത്, മൗലിദാണ് ചോദിച്ചിട്ടുള്ളത്. സിയാദിന്റെ ജനനം എന്ന് പറയുന്നത് ഹിജറ 1 എന്ന് പറയുന്നതാണ്. ഹജ്ജാജിന്റേത് നമ്മൾ നോക്കുന്ന സമയത്ത് ഹിജറ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ അലീബിനു അബി താലിബ് റളിയല്ലാഹു അൻഹു, അവരുടേതും ഈ പറയുന്ന ഈ രണ്ടുപേരെക്കാളും മുന്നെയാണ്, ഉമർലാന്റെ ശേഷമായിട്ട്. എന്നാൽ ബാക്കിയുള്ള ഹജ്ജാജ് എന്നിവരുടെയൊക്കെ മുന്നെയാണ്. ഹിജറ വർഷം മുന്നേ, ഹിജറയുടെ മുന്നെയാണ് ആര് ജനിക്കുന്നത്? അലി റളിയല്ലാഹു ജനിക്കുന്നത്. അതിന് മുന്നെയാണ് ഉമർ റളിയല്ലാഹു ജനിക്കുന്നത്. അപ്പൊ ദാല്, ജീമ്, അലിഫ്, ബ, ജീമ്, അലിഫ്, ബ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തില് ഇവിടെ ആൻസർ കീയിൽ എന്തുണ്ട്, ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ,
ക്വസ്റ്റ്യൻ ഐ ഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നാക്കിദീങ്ങളുടെ സമയം അനുസരിച്ചിട്ട് എന്താക്കാൻ ഈ ഗ്രന്ഥങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തൊബക്കാത്ത് ഷുഅറ ഇബ്നു സലാം അൽ ജുംഹിയുടേതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോ അതാണ് അദ്ദേഹമാണ് ആദ്യം വരുന്നത്. പിന്നീട് അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബയുടേതാണ്. അപ്പൊ ജീമാണ് ശേഷം വരേണ്ടത്. നഖ്ദു ഷിർ എന്ന് പറയുന്നത് ഖുദാമയുടേതാണ്. അപ്പൊ അതാണ് പിന്നീട് വരേണ്ടത്. പിന്നെ കിതാബ് സനാഅത്തൈൻ എന്ന് പറയുന്നത് അബുൽ ഹല അസ്കരിയുടേതാണ്. ഓക്കെ, അപ്പോ ഈ ഓർഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആണ് താൻ. ഓക്കെ, ആദ്യം ഇബ്നു സലാം അൽ ജുംഹിയാണ്, അതിനുശേഷം ഇബ്നു ഖുതൈബയുടേതാണ്, ജീമാണ്. പിന്നീട് ഖുദാമയുടേതാണ്. അതിനുശേഷമാണ് അബു ഹിലാൽ അൽ അസ്കരി എന്ന് പറയുന്നത്. അവര് ഹിജറ 4-ാം നൂറ്റാണ്ടിന്റെ ആ സമയത്താണ് അവർ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്രമം ഇവിടെ ശരി തന്നെയാണ്. ഇനി നജീം മഹ്ഫൂദിന്റേത് വർഷത്തിന്റെ പ്രിന്റിംഗ് ഓർഡർ അനുസരിച്ച് കിഫാഹോ തയ്യിബ, പിന്നീട് ഔലാദു സുലാസിയ, പിന്നീട് ഔലാദു ഹറത്തിന്, രഹില ഇബ്നു ഫത്തൂമ. ഇനി ഇതിലെ അവരുടെ കവിതകളോ അല്ലെങ്കിൽ അവരുടെ വർക്ക് മക്കാലകൾ ആ രീതിയിലുള്ള ചോദ്യമാണ്. ജിബ്രാന് അഅ്തിനി അൻ-നഇയ എന്ന് പറയുന്നത്, നസീബ് റിള ഹദീസ് ഷാഹിർ, റഷീദ് സലീം ഖൂരിയുടേത് അൽ വിലാദ അൽ ജദീദ, ഇല്യാസ് ഫർഹാത്ത് അസ്സുക്ര അൽ ഖാലിദ. ഇനി ഖലീലാവുദ്ദീന് അദ്ദേഹം അത് അറബീകരിച്ചാൽ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ത് എന്നുള്ളതാണ്. തഖ്ദീമു നസാഇഹ സിയാസിയത്തിൻ വ അഖ്ലാഖിയത്തിൻ മിൻ ഖിലാലിൽ ഹിക്കായത്ത്. ഇങ്ങനെ കഥകളിലൂടെ ഒരു അഖ്ലാഖിയൊക്കെ ആയിട്ടുള്ള നസീഹത്തുകൾ കൈമാറുക എന്നുള്ളതാണ്. അല്ലാതെ ജാഹിലി കവിതയുമായി ബന്ധപ്പെട്ടതല്ല, അബ്ബാസി ഖുലഫാവുമായി ബന്ധപ്പെട്ട ചരിത്ര പഠനമല്ല, അതേപോലെ അമവി രാഷ്ട്രീയത്തെ ഇതാക്കുകയൊന്നും അല്ല അദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഹിന്ദിയിൽ നിന്ന് സംസ്കൃതത്തിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷന്റെ മാതൃക ഒന്നുമല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഇതാണ്, നസീഹത്തുകളാണ്. പിന്നെ റിഹില അൽ അസബ് എന്ന് പറയുന്നത് സീറദാത്തിയാണ്. ഫതവി തോക്കാൻ 2 എണ്ണം ഉണ്ട് അല്ലെ. ആ റിഹില അൽ അസബ് ഉണ്ട്, റിഹില സുഅബ് 2 എണ്ണം ഉണ്ട്. അപ്പോ റിഹില അൽ അസ്അബ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, സീറദാത്തിയ തന്നെയാണ്. ഓക്കെ, ശേഷമുള്ള 10 ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ഇബ്നു ഹസ്ം ജനിച്ചത് 384 പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. അതങ്ങനെ ലെറ്റേഴ്സിൽ കൊടുത്തു എന്നുള്ള, അക്കത്തിൽ കൊടുത്തു, പാരഗ്രാഫിൽ അതിവിടെ അക്ഷരങ്ങളിൽ കൊടുത്തു എന്നാണ്. പിന്നെ അടുത്തത് തൂഖുൽ ഹമാമ, അത് ഏതിലുള്ളതാണ്, ഫി അലിഫത്ത് ഫി മജാൽ അർ റസാഇൽ അദബിയ എന്ന് പറയുന്നു, സ്റ്റേറ്റ്മെന്റ് നേരിട്ടുള്ളതാണ്. ഇബ്നു ഹസ്മി പല രചിച്ചതും പറയുന്നുണ്ട്. അദ്ദേഹം ഫിഖഹിലുണ്ട്, മന്തിഖിലുണ്ട്, കലാമിലുണ്ട്, ശരിയയിലുണ്ട്, അഖ്ലാഖിലുണ്ട്, ഷീർ, അഖ്ബാർ, അദബ്, ഖിതാബ, നഹ്വ്, ബലാഗ, പക്ഷെ തിബ് അവിടെ പരാമർശിക്കപ്പെടുന്നേ ഇല്ല. ഇനി അദ്ദേഹം അതില് എന്താണ് കൈകാര്യം ചെയ്യുന്നത്, ലാഹിറത്തുൽ ഹുബ്ബി വ അബ്ആദഹൽ ഇൻസാനിയ. ഓക്കെ, സ്നേഹബിനെ കുറിച്ചാണ് അതിൽ അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഹസ്മിന് ജാഹിദുൽ ഉന്ദുലുസ് എന്നുള്ള പേര് കിട്ടിയത്? അദ്ദേഹത്തിന്റെ ഫന്നുകളിൽ ഒരുപാട് വിവിധ ഫന്നുകളിലെ രചനകള്, അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ മികവ്, ഇതൊക്കെയാണ് അതിന്റെ കാരണമെന്ന് സ്റ്റേറ്റ്മെന്റിൽ പാരഗ്രാഫിൽ നേരിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് കവിയുടെ ഹൃദയം തന്റെ നാട്ടിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും? വലൗകാന, അത് വതനി ലൗ ശഗിൽതു ബിൽ ഖുൽദി അൻഹു നാസഅത്നി ഇലൈഹി ഫിൽ ഖുൽദി നഫ്സി. സ്വർഗത്തിലാണെങ്കിലും നാട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്നെ അതിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കവിതയുടെ ഒരു ആശയം കൂടി അതാണ്. അടുത്ത ചോദ്യം, അറബി കവികൾക്ക് നാടിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട്? വലാകിൻ ഹനീൻഹും ഇലാ ഔതാനിഹിം അൽ ഊലാ ലം യഫ്തുർ ഫളല്ലത് ഖുലൂബുഹും തഹവു ഇലാ മറാത്തിഇ സിബാഹും. കാരണം അവരവരുടെ ബാല്യകാലം ചെലവഴിച്ചത് നാട്ടിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ നാട്ടിൽ ഓരോ റിസ്ക് ഉള്ളത് കൊണ്ടോ കുട്ടികളും ഭാര്യയും നാട്ടിലായത് കൊണ്ടോ വീട് സമ്പത്ത് നാട്ടിലുള്ളത് കൊണ്ടോ അല്ല. അവർക്ക് കാര്യമായിട്ടൊന്നും നാട്ടിൽ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ആ ബാല്യകാലം ചെലവഴിച്ച നാടിനോടുള്ള ഒരു പ്രേമം അതാണ്. പിന്നെ അമീൻ റൈഹാനി അദ്ദേഹം ഏതാണ്? അമേരിക്കയിലെ മഹ്ജർ. അമീൻ റൈഹാനി അഹദ് ഉദബാഇൽ മഹ്ജർ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ മഹ്ജർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കാണ് മഹ്ജർ കാര്യമായിട്ട് പോയിട്ടുള്ളത്. ഇനി അറബി കവികളുടെ പ്രധാന മഹ്ജർ അമേരിക്കയായിരുന്നു. അത് ഷമാലി ഉണ്ട് ജനൂബി ഉണ്ട് എന്ന് മാത്രം. ഇനി ഹാജർ അൽ ഉദബാഉൽ അസ്ബ് എവിടെ നിന്നാണ് അമേരിക്കയിലേക്ക് പോയിട്ടുള്ളത്? അത് ഈ ആഫ്രിക്കയിൽ നിന്നാണോ, ഇന്ത്യ സിന്ധാണോ, ബിലാദുൽ ഉന്ദുലുസ് ആണോ? അതൊന്നുമല്ല. കറക്റ്റ് ഹാജർ ബാദുൽ അറബ്, ചില അറബികൾ പോയി എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ബിലാദുഷാം അറബ് നാടാണല്ലോ. അറബ് നാടായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാര്യമായിട്ട് ബിലാദുഷാമാണ്. അൽ മുഷാരിഖ ഇല എന്ന് പറയുന്നുണ്ട് അല്ലെ, ഷർക്കിൽ വരുന്നത്. അപ്പൊ പൗരസ്ത്യ നാട്ടിൽ നിന്ന്, അപ്പൊ ഷമാലി ആഫ്രിക്ക എന്നുള്ളതല്ല, ബിലാദുഷാം എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് എന്തുകൊണ്ടാണ് അവരവിടെ സ്ഥിരം വാസം ഉറപ്പിച്ചിട്ടുള്ളത്? വസ്തഖറ ബിഹിം അൽ മഖാമു ഹുനാക വതഹഖഖ ലികസറത്തിൻ മിൻഹും ലികസീരിൻ മിൻഹും മാ യസ്ദു ഇലൈഹി മിൻ റഗദിൻ ഫിൽ ഐശി വസറാ. അവർക്ക് എന്തുള്ളത് കൊണ്ടാണ്? അവർക്ക് സമൃദ്ധി ഉണ്ടായിട്ടുണ്ട് അവിടെ. ആ കുടിയേറിയ നാട്ടിൽ അവർക്ക് കാര്യമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്തായിട്ടുള്ളത്? അവിടെ തന്നെ വാസം ഉറപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വരുന്നത്. അപ്പോ നമ്മള് ഈ പറയുന്ന അറബിക്കിന്റെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആണ് കാര്യമായിട്ട്, വേറെയും ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിക്കൂടാ എന്നില്ല. എന്നാലും ഒന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൽ തന്നെയും വേറെ കൺഫ്യൂസിങ് എലമെന്റ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അവരത് എത്രത്തോളം ഡ്രോപ്പിങ്ങിന് തയ്യാറാവും എന്നുള്ളത് അറിയില്ല. പക്ഷെ ആ ഹജ്ജാജ് ഈ സിയാദ് മുമ്പും ഈ രൂപത്തിൽ ഒരു ചോദ്യം വന്നിരുന്നു. അത് അവർ ഡ്രോപ്പ് ചെയ്തിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ അതിന്റെ മുന്നേ അങ്ങനെ ഒരു രീതിയിൽ ഈ പറയുന്ന ഓർഡറിൽ ഒരു വ്യത്യാസം വന്നിരുന്നു. അത് പിന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ട എക്സാമിന് പിന്നെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസരം വന്നിട്ടില്ല. ക്യാൻസൽ ചെയ്യപ്പെട്ട എക്സാമിനായിരുന്നു ഇങ്ങനെ ഒരു ഓർഡർ തെറ്റേണ്ടി വന്നത്. അപ്പൊ അത് ഹജ്ജാജ് എന്ന് പറയുന്നവരെക്കാളും മുന്നെയാണ് സിയാദ് എന്ന് പറയുന്നവരുള്ളത്. അതൊരു പക്ഷെ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ നോക്കുന്നിടത്തോളം വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. ആൻസർ കീ വലിയ ഒരു മൈന്യൂട്ട് ആയിട്ട് ഉണ്ടാവാം. പ്രിന്റിങ്ങിന്റെ വർഷങ്ങളൊക്കെ ഒരു പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അത് പരിഗണിക്കപ്പെട്ടേക്കാം. ഏതായാലും സൂക്ഷ്മമായിട്ട് നോക്കുക. ചില ആളുകളൊക്കെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ഭീകരമായ രൂപത്തിലൊന്നും ക്ലെയിം ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇൻഷാ അല്ലാഹ് വേഗത തന്നെ ഫൈനൽ ആൻസർ കീ വരും, റിസൾട്ട് വരും. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ഇന്ന് സമയം അവസാനിക്കുന്നതിന് മുമ്പ്, ഈവനിങ്ങിലെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ക്ലെയിം ചെയ്യുക, മറന്നു പോകരുത്. ക്ലെയിം ചെയ്യേണ്ടതൊക്കെ അതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പങ്കുവെക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.